ഗുരുദാതയും കല്ലൻ രാഘവനും കേട്ടിട്ടുണ്ടോ നീ? ഞാനാണ് കല്ലൻ രാഘവൻ, നീ വിഷ്ണു, ഗുരുദാതയെ കൊന്നവൻ. ഈ ചങ്ങല അഴിക്കുന്ന ദിവസം നിന്നെ ഞാൻ കാണേണ്ട രീതിയിൽ കാണും, കണക്ക് തീർക്കും, ഓർത്തോ? ഒന്നുകൊണ്ടും ഭയപ്പെടാനില്ലെന്നാ അഡ്വക്കേറ്റ് പറയുന്നത്. നമ്മുടെ നാടിന്റെ സാംസ്കാരിക പൈതൃകത്തിന് കളങ്കമേറ്റുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്, പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ധാർമ്മിക മൂല്യങ്ങൾക്ക് ചുടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ സ്ഥാനാർത്ഥത്തിലൂടെ മോഹന വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല. എന്നാൽ കഴിയുന്ന എല്ലാ നന്മകളും നാടിനു വേണ്ടി, നാട്ടാർക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. ആവേശം തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നു. നിനക്കോ? നാടിന്റെ യുവതലമുറയുടെ എന്റെ അമ്മയെ കള്ളം പറഞ്ഞ് ശീലിക്കാണ് ഇഷ്ടം. ഖജനാവ് വെട്ടി വിഴുകണ്ടേ? കല്ലൻ രാഘവനും ഗുരുദാതയും ഒരു മുറിയിലായിരുന്നു. ഇവിടെ ശല്യം കുറയ്ക്കാനാണ് അങ്ങനെ ഇട്ടത്. വാർഡർമാർക്ക് വരെ പേടിയാ. ഗുരുദാതയെ കൊന്ന ആളാണെന്ന് ചേട്ടനെന്ന് അറിഞ്ഞപ്പം ഇവിടെ ഉള്ളവർക്കെല്ലാം ഭയങ്കര ബഹുമാനമാ. എന്താ രാഘവൻ രാവിലെ പറഞ്ഞത്? ചങ്ങല അഴിക്കുമ്പോ കണക്ക് തീർക്കുന്നു. ചേട്ടൻ സൂക്ഷിച്ചു നോണം, എന്തിനും മടിക്കാത്തവനാ. ഇനി എന്തോന്ന് സൂക്ഷിക്കാനാ മൊയ്തൂട്ടി? നിന്നൊക്കെ സൂക്ഷിക്കാൻ എനിക്ക് അറിയാം. എന്താണ് സേതുട്ടി ഇവൻ പറഞ്ഞേ? സേതുട്ടി അല്ല സാർ, മൊയ്തൂട്ടിയാണ്. ഓ, എന്താടാ ഇവൻ പറഞ്ഞെന്ന്? ഒന്നും പറഞ്ഞില്ല. എന്നാ ഞാൻ കേട്ടതായിരിക്കും. അല്ല ഭഗവാനെ, നിനക്ക് സിനിമയിൽ അഭിനയിച്ചു? ടിവിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഓലെ വെറുതെ അല്ല നിന്നെ കൂടെ കൊണ്ടിട്ടിരിക്കുന്നത്. ഒരു ടി വിക്കാരന്റെ കുറവ് പൊട്ടി ഉണ്ട്. ടി വിയിൽ അഭിനയിക്കേ? അയ്യടാ,
എന്താ ഇത്? കഴിവാടെ മോനെ. കേസ് ഹിസ്റ്ററി വായിച്ചപ്പോ ഞാൻ ഇങ്ങനൊന്നുമല്ല തന്നെ പറ്റി ധരിച്ചത്. അടിയുണ്ടാക്കി ആയുഷ്കാലം മുഴുവൻ ഇവിടെ കിടക്കേണ്ടവനാണ് താനെന്ന് ഇപ്പൊ തോന്നുന്നു. കുളിസ്ഥലത്ത് തന്നെ ഞെക്കി കൊല്ലാൻ വന്നു സർ. രക്ഷപ്പെടാൻ വേണ്ടി അടിച്ചുപോയി. ക്ഷമിക്കണം. ഹീസ് എ ബോൺ ക്രിമിനൽ. ഐ ഡോണ്ട് തിങ്ക് യു ആർ. മനസ്സിലായോ സർ? തമ്പി സാർ കൊണ്ടുപോയി മരുന്നൊപ്പിക്ക്. യെസ് സർ. വോട്ട് ചോദിക്കാൻ വന്നതല്ല സുസന്നെ, ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അറിയാം. കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട കുഞ്ഞെ, നിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം മേടിച്ചു കുടിക്കാൻ ഞാൻ വരും, വിഷ്ണുവിനെയും കൊണ്ട്. അത് പറയാനാ ഞാൻ വന്നത്. മോള് കരയരുത്, എല്ലാം ശരിയാവും. ജെയിംസ് വരാറുണ്ടല്ലോ, ഞാൻ വരട്ടെ. സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലും കൊല്ലപ്പെട്ട ആളിന്റെ നെറ്റിയിൽ പ്രതി കൊല ചെയ്ത് ആവേശം തീർത്ത് പതിപ്പിച്ച നാണയത്തിലെ വിരലടയാളവും ക്രൈംബ്രാഞ്ച് ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടെടുത്ത നാണയത്തിലെ വിരലടയാളവും ഒന്ന് തന്നെയാണ് എന്ന ഫിംഗർ പ്രിന്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും ഇത് പൈശാചികമായി കരുതിക്കൂട്ടി ചെയ്തൊരു കൊലപാതകമാണെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കൊല്ലപ്പെട്ട ആളിന് പ്രതിയോട് യാതൊരുവിധ മുൻകാല വൈരാഗ്യവുമില്ലായിരുന്നു. കൊല്ലപ്പെട്ടയാൾ താമസിക്കുന്ന കോളനിയിൽ ശബ്ദായമാനമായ ഉത്സവം നടക്കുന്ന ദിവസമാണ് കൊല ചെയ്യാൻ പ്രതി കരുതിക്കൂട്ടി തെരഞ്ഞെടുത്തത്. മാരകായുധവുമായിട്ടാണ് കൊല്ലപ്പെട്ട ആളിന്റെ താമസ സ്ഥലത്ത് പ്രതി കടന്നു ചെല്ലുന്നത്. സമയം രാത്രി. ശാസ്ത്രീയമായി വൈരാഗ്യത്തോടെ പ്ലാൻ ചെയ്ത ഒരു കൊലപാതകം, എ കാൽക്കുലേറ്റഡ് കോൾഡ് ബ്ലഡഡ് മർഡർ ആയതിനാൽ IPC 302 വകുപ്പ് അനുസരിച്ച് കരുതിക്കൂട്ടി ചെയ്ത കൊലപാതകത്തിനും IPC 454 വകുപ്പ് അനുസരിച്ച് അതിക്രമിച്ച് കടന്നതിനും IPC 458 വകുപ്പ് അനുസരിച്ച് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ മാരകായുധമായി ചെന്നതിനും പ്രതിക്ക് നിയമം അനുവദിച്ചിട്ടുള്ള ഏറ്റവും കൂടിയ ശിക്ഷ മാതൃകാപരമായി നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് പ്രോസിക്യൂഷൻ ഭാഗം അപേക്ഷിച്ചുകൊള്ളുന്നു. That's all. Yes. യുവർ ഓണർ, സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് ഈ പ്രതി കൊലക്കുറ്റത്തിന് ഉത്തരവാദി എന്ന് തെളിയിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ആ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതി ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ ആ സാഹചര്യ തെളിവുകളെല്ലാം പ്രതിക്ക് അനുകൂലമായി മാത്രമേ പരിഗണിക്കാവൂ എന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ ബോധിപ്പിക്കുകയാണ്. പരസ്പര വിരുദ്ധമായ ആരോപണങ്ങളാണ് പ്രോസിക്യൂഷൻ ഇവിടെ വാദമുഖത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. I object, Your Honor. Objection overruled. Proceed. കൊല്ലപ്പെട്ട ആളിന് എന്റെ കക്ഷിയോട് മുൻകാല വൈരാഗ്യമില്ലായിരുന്നു എന്ന പ്രോസിക്യൂഷന്റെ വാദത്തിൽ നിന്ന് തന്നെ കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകം എന്റെ കക്ഷി ആസൂത്രണം ചെയ്തിട്ടില്ലെന്നുള്ളത് വ്യക്തമാകുന്നു. ജീവിത പ്രാരാബ്ദങ്ങളുടെ നടുവിൽ നിന്ന് ജോലി തേടി സ്വന്തം നാട്ടിൽ നിന്നും നഗരത്തിൽ അഭയം തേടിയ യുവാവാണ് എന്റെ കക്ഷി. കേറിക്കിടക്കാൻ ഇടം കൊടുത്ത നല്ലവരായ വീട്ടുകാരുടെ 12 വയസ്സ് പ്രായമുള്ള ഓമന മകളെ പരോളിലിറങ്ങിയ കുറ്റവാളിയായ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഗുരുദാദ മുടിയിൽ കുത്തിപ്പിടിച്ചു പൊക്കി മുടി വെട്ടിയരിഞ്ഞ് അട്ടഹസിക്കുന്നത് കണ്ടപ്പോൾ മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത എന്റെ കക്ഷി സ്വന്തം രക്ഷ പോലും നോക്കാതെ ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയതിൽ നിന്നും എന്റെ കക്ഷി ഒരു മനുഷ്യ സ്നേഹിയാണെന്നുള്ളത് വ്യക്തമാകുന്നു. കലാപരമായി തന്റെ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഗുരുദാദ എന്റെ കക്ഷിയുടെ തൊഴിൽ സ്ഥലത്ത് വെച്ച് എന്റെ കക്ഷിയെ മർദ്ദിക്കുകയും അതുമൂലം തൊഴിൽ നഷ്ടപ്പെട്ടിട്ട് പോലും എന്റെ കക്ഷിക്ക് കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ആളിനോട് യാതൊരുവിധ വൈരാഗ്യവും ഇല്ലായിരുന്നു. തുടരെ തുടരെയുള്ള ഗുരുദാദയുടെ ആക്രമണ സ്വഭാവം. Objection, Your Honor. Objection overruled. You can proceed. എന്റെ കക്ഷി താമസിക്കുന്ന വീട്ടിൽ വന്ന് താമസം മാറ്റണമെന്നും വീട്ടുടമസ്ഥരെ ചുട്ടുകരിക്കുമെന്നും ഭീഷണി ഈ ദാദ മുഴക്കിയിട്ടുണ്ടെന്നുള്ളത് എ പട്ടികയിലെ 1ാം സാക്ഷി ദിവാകരന്റെ മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുമാകുന്നു. വീട്ടുപടിക്കൽ മരണമുദ്രയായി ദാദ ഇട്ടിട്ട് പോയ ചങ്ങല കണ്ട് അസ്വസ്ഥമായ മനസ്സിൽ തെളിഞ്ഞ ആശ്രയമില്ലാത്ത സ്വന്തം അമ്മയെയും പെങ്ങളെയും പിച്ചും പേയും പറയുന്ന കുട്ടിയെയും ഓർത്ത് ഉറങ്ങാൻ പോലും കഴിയാതെ വന്നപ്പോൾ സമാധാനം കാംക്ഷിച്ച് ഒരു ഒത്തുതീർപ്പിന് വേണ്ടിയാണ് എന്റെ കക്ഷി ദാദയുടെ താവളത്തിലെത്തിയത്. മാരകായുധവുമായി ചെന്നുവെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ഗുരുദാദ മരണപ്പെട്ടത് ചങ്ങല ഉപയോഗിച്ചല്ല എന്നിരിക്കെ എന്റെ കക്ഷി കരുതിക്കൂട്ടി കൊല ചെയ്യാൻ മാരകായുധം വഹിച്ചിരുന്നില്ല എന്നുള്ളത് തെളിയുന്നു.
ഗുരുദാദ എന്ന തന്റെ സ്വന്തം പേരിനെ അന്വർത്ഥമാക്കുന്ന മർദ്ദനമുറകളായിരുന്നു ഒത്തുതീർപ്പിന് വേണ്ടി ചെന്ന എന്റെ കക്ഷിക്ക് അനുഭവിക്കേണ്ടി വന്നത്. അടിവാങ്ങി അവശനായ എന്റെ കക്ഷി ആയുധവുമായി തന്നെ കൊല്ലാൻ വന്ന ഗുരുദാദയുമായി ആത്മരക്ഷാർത്ഥം മൽപ്പിടുത്തം നടത്തുകയും അതിനിടയിൽ സ്വന്തം കയ്യിലിരുന്ന ആയുധം കൊണ്ട് ഗുരുദാദ കൊല്ലപ്പെട്ടുവെന്നാണ് ബഹുമാനപ്പെട്ട കോടതിയെ എനിക്ക് ധരിപ്പിക്കാനുള്ളത്. സാക്ഷി വിസ്താരത്തിലെ ബി പട്ടികയിലെ 3-ാം സാക്ഷി സൂസന്നയുടെ മൊഴിയിൽ സ്വന്തം പിതാവിന്റെ ശവശരീരം വീട്ടുമുറ്റത്തിട്ട് ചുട്ടുകരിക്കാൻ വന്ന ഗുരുദാദയുടെ ശിങ്കടികളിൽ നിന്നും തന്റെ അപ്പന്റെ ശവശരീരവും മാനവും രക്ഷിച്ചത് എന്റെ കക്ഷിയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്നേഹവികാരത്തിൽ എന്റെ കക്ഷിയുമായി ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച സൂസന്നയോട് സ്വാർത്ഥമോഹമില്ലാതെ എല്ലാം തുറന്നു പറയുകയും പോലീസിനെ സത്യമെന്തെന്ന് അറിയിക്കാൻ തയ്യാറായവനുമാണ് എന്റെ കക്ഷി. ഐ ഒബ്ജക്ട് യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റൈൻ. പ്രതിഭാഗം അഡ്വക്കേറ്റ് സംഭവങ്ങളെ പൊടിപ്പും തൊങ്ങലും വെച്ചൊരു കഥയാക്കി മാറ്റി നിയമത്തിന്റെ മുന്നിൽ മറയിടാൻ ശ്രമിക്കുകയാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റൈൻ. സത്യം നിറകണ്ണുകളോടെ ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിലുണ്ട്. കഴുത്തോളം അടുത്ത താലിഭാഗ്യം നഷ്ടപ്പെട്ട് നിയമത്തിന്റെ ഔദാര്യ വെളിച്ചത്തിന് വേണ്ടി കേഴുന്ന ഈ പെൺകുട്ടിക്ക് വിധിയിലൂടെ ആ താലിഭാഗ്യം നൽകണമെന്നും നിരപരാധിയായ ഈ യുവത്വത്തെ നിയമത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും നൽകി സംരക്ഷിക്കണമെന്നും ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി ഞാൻ അപേക്ഷിച്ചുകൊള്ളുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. വിധിക്ക് മുമ്പ് കോടതി മുമ്പാകെ പ്രതിക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ജീവിക്കാൻ അനുവദിക്കണം. അടുത്ത മാസം 25-ാം തീയതി ഈ കേസിന്മേലുള്ള വിധി പറയാനായി മാറ്റിവെക്കുന്നു. വിഷ്ണു. ഈ കേസിലെ എല്ലാ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പ്രതി വിഷ്ണു കരുതിക്കൂട്ടി ഹീനമായി കൊല നടത്തി എന്നത് കോടതിക്ക് സംശയാതീതമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ പ്രതി IPC 302, 458 എന്നീ വകുപ്പുകൾ അനുസരിച്ച് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടിരിക്കുന്നു. ഈ കേസിന്റെ പ്രത്യേക സാഹചര്യവും കൊല നടത്തിയ രീതിയും കണക്കിലെടുക്കുമ്പോൾ പ്രതിക്ക് നിയമം അനുവദിക്കുന്ന പരമാവധി ശിക്ഷ നൽകണമെന്ന് കോടതി തീരുമാനിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അംഗീകാരത്തിന് വിധേയമായി പ്രതിയെ മരണം വരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു. ഒന്ന് മാറി നിൽക്കണം. വഴി വിട്ട് നിൽക്കണം. ദിവാകരേട്ടൻ വിജയിച്ചേ. നിങ്ങൾ രണ്ടുപേരും കൂടെ എനിക്കില്ലായിരുന്നെങ്കിൽ സമാധാനമായിട്ട് മരിക്കായിരുന്നു. കോടതി വിധിയല്ലേ കഴിഞ്ഞുള്ളൂ. ദൈവത്തിന്റെ വിധി ഇനി ബാക്കിയില്ലേ വിഷ്ണുട്ടാ? ദൈവത്തിന്റെ വിധിയാണ് സൂസനയും ഞാനും. അതെന്നേ കഴിഞ്ഞിരിക്കുന്നു. അപ്പീലിനെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നാണ് അഡ്വക്കേറ്റ് പറഞ്ഞത്. ദിവാകരേട്ടൻ ആഭ്യന്തരമന്ത്രിയായി അറിഞ്ഞില്ലേ? വീട്ടിൽ വന്നിരുന്നു. എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് വിഷ്ണുവേട്ടനെ രക്ഷിക്കുമെന്ന് എന്നോട് പറഞ്ഞു. नमस्ते सर. नमस्ते सर. മിനിസ്റ്ററോട് ഞാൻ പറയാം. സാർ, വിഷ്ണു ആ സെല്ലിലാണ്. നമസ്തേ സർ.
സ്വന്തം അനിയനെ പോലെയാണ് എനിക്ക് വിഷ്ണു. അവൻ ഈ വിധി വരാൻ പാടില്ലായിരുന്നു. അപ്പീല് പോയിട്ടുണ്ട് സാർ. അവനെ ഒന്ന് കാണാൻ വേണ്ടിയാ ഞാൻ ഇത്ര പെട്ടെന്ന് ഒരു ജയിൽ വിസിറ്റ് വെച്ചത്. നല്ലവനാണ് സാർ. ഇവിടെ എല്ലാവർക്കും വലിയ കാര്യ വിഷ്ണുവിനെ. വിധി അറിഞ്ഞ ദിവസം പുള്ളികൾ ഒട്ടുമുക്കാലും വൈകുന്നേരം ഭക്ഷണം കഴിച്ചിട്ടില്ല. പാവം. ഒഴിഞ്ഞു മാറിയതല്ല നീ. ഉറക്കെ പൊട്ടിക്കരയാൻ കഴിയില്ലല്ലോ മന്ത്രിക്ക്. ദിവാകരേട്ടനെ കാണാൻ കഴിഞ്ഞല്ലോ. നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട വിഷ്ണു. ഹൈക്കോടതി വിധി അനുകൂലമാണോ ഇല്ലയോ നോക്കട്ടെ. അല്ലെങ്കിൽ പ്രസിഡന്റിന് ദയാഹർജി കൊടുക്കാം. എന്റെ സ്വാധീനം മുഴുവൻ ഉപയോഗിച്ച് നിന്നെ ഞാൻ രക്ഷിക്കും. നിന്നെ കാണാൻ എന്റെ കൂടെ രണ്ടുപേര് വന്നിട്ടുണ്ട്. ഞാൻ അവരെ ഇങ്ങോട്ട് പറഞ്ഞയക്കാം. നീ അവരോട് ദേഷ്യപ്പെടരുത്.